എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറച്ച് വർഷങ്ങളുടെ തന്നെ കാത്തിരിപ്പിന് ശേഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ KAS നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന ഒരു വിവരം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഉടനെ വരും എന്ന് പറഞ്ഞ് കുറച്ച് സമയങ്ങളായി നീണ്ടുപോകുന്നു അല്ലേ. അവസാനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ IAS എന്ന വിളിപ്പേരുള്ള ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ കേരളത്തിലെ PSC എക്സാം നടത്തുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കുള്ള എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെല്ലാം വിവരങ്ങളാണ് നോക്കൂ. 2025 വിജ്ഞാപനം മാർച്ച് 7 എന്ന് പറയുന്ന വിവരം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നു. റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16 എന്നും പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായൊരു ടൈം ലൈൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മളിൽ പല ആളുകളും പല പ്ലാനുകളിൽ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഏത് ടൈം ലൈനിൽ പരീക്ഷ തീരും, PSCയുടെ പരീക്ഷകൾ വല്ലാതെ നീണ്ടുപോകുന്നു എന്ന് പറയുന്ന പരാതികൾ നിൽക്കുന്ന ഒരു കാലത്ത് കൃത്യമായി എപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്നും റാങ്ക് ലിസ്റ്റ് ഏത് ഡേറ്റിൽ വരുമെന്നുമുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തൊരു ഭാഗം നോക്കൂ, നിങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഓരോ ലൈനായിട്ട് തന്നെ എടുത്ത് പോവാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പിനായി 2025 മാർച്ച് 7 വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏതെല്ലാം പരീക്ഷകളുണ്ട് എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ. പ്രാഥമിക പരീക്ഷയ്ക്കും അന്തിമ പരീക്ഷയ്ക്കും അഭിമുഖത്തിനും ഈ 3 സ്റ്റെപ്പുകൾ, പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂവും ഉണ്ട്, ഇവയെല്ലാം പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെയെല്ലാമാണ് എക്സാമുകൾ നടത്തുന്നത് ആ കാര്യവും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. KS തിരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകൾ അടങ്ങിയ പ്രാഥമിക പരീക്ഷ. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 100 മാർക്കുള്ള ഒരു പേപ്പർ 1 100 മാർക്കുള്ള ഒരു പേപ്പർ 2 എക്സാമിനേഷനും പ്രിലിമിനറി എക്സാമിനേഷന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് എലിമിനേഷൻ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, അല്ലെ, എലിമിനേഷൻ ടെക്സ്റ്റ്. അതായത് ഒരു വലിയ എണ്ണത്തിൽ നിന്നും ആളുകളെ വല്ലാതെ ചുരുക്കി കൊണ്ടുവരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അപ്പോൾ അത് ഏത് ഡേറ്റിലാണ് നടക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ തയ്യാറെടുക്കേണ്ട സമയമായിരിക്കുന്നു. 2025 ജൂൺ 14 ഈ എക്സാം നടക്കുന്നത്. അതായത് ഏതാണ്ട് 3 മാസത്തിന് ജസ്റ്റ് മുകളിൽ മാത്രമാണ് നമുക്ക് സമയമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് വന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പകുതി സ്റ്റഡി പ്ലാൻ കഴിഞ്ഞു, ബാക്കി പകുതിയാണ് നമുക്ക് നടത്താനുള്ളത്. ഇപ്പോൾ അത് മെയ് 24 എന്ന് പറയുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിമിനറി എക്സാമിനേഷൻ ഈ നടത്തുന്ന സ്റ്റഡി പ്ലാനോട് ചേർത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? KAS നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. കാരണം മെയ് 24 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 14 KASന്റെ പ്രിലിംസും വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പ്രിലിമിനറി എക്സാം കഴിഞ്ഞിരിക്കുന്നു. ശേഷം എപ്പോഴാണ് മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്? മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 100 മാർക്ക് വീതം തന്നെയുള്ള 3 പേപ്പറുകളാണ് വരുന്നത്. അന്തിമ വിവരണാത്മക പരീക്ഷയാണ്. അതായത് 2-3 കാര്യങ്ങളാണ് മെയിൻസ് എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്. ആദ്യ കാര്യം എന്താണ്? 3 പേപ്പറുകളുണ്ട്. 3 പേപ്പറുകളും 100 മാർക്ക് വീതമുള്ള പേപ്പറുകളാണ്. ആൻഡ് വിവരണാത്മകമാണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്, എഴുത്ത് എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം 2026 ജനുവരിയിൽ അഭിമുഖം, ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും. ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? കൃത്യമായ ടൈം ലൈൻ നമുക്ക് ലഭ്യമായിരിക്കുന്നു. ടൈം ലൈൻ ക്ലിയർ ആണ്. ഇനി സിലബസ് എന്ന് പറയുന്നതാണല്ലോ ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സിലബസ് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. സിലബസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? അടുത്ത ലൈനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനത്തിനോടൊപ്പം പ്രസിദ്ധീകരിക്കും.
അതായത് മാർച്ച് 7-ാം തീയതി വിജ്ഞാപനം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിലബസ് കിട്ടും. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സിലബസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ നടത്തുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ലൈൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് അനാലിസിസ് നടത്താം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, വിജ്ഞാപനം വരാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. ഇന്ന് നടത്തുന്നില്ല. വേണമെങ്കിൽ പഴയ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊടി തട്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം എന്താണ്, ഈ ലൈൻ നോക്കൂ നിങ്ങൾ. എന്താണ് അടുത്ത ലൈൻ പറയുന്നത്? കഴിഞ്ഞ തവണത്തെ KS തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ഒരു തവണയാണല്ലോ നടന്നിട്ടുള്ളതാകെ കൂടി എക്സാം. ആ പരീക്ഷയിൽ എങ്ങനെയാണോ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകൾക്ക് ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരുന്നോ അത് തന്നെയാണ് ഇത്തവണയും പഠിക്കാനുള്ളത് എന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പഴയ സിലബസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജ്ഞാപനത്തിനോടൊപ്പം എന്തെങ്കിലും മാറ്റം ചെറുതായിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് പുതിയ സിലബസ് നമുക്ക് ലഭ്യമാകുന്നത് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ കഴിഞ്ഞ KS എക്സാമിനേഷൻ എന്ന് പറയുന്നത് നടന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ KS എക്സാമിനേഷൻ ആണ് PSCയുടെ ഇപ്പോൾ ഒരുപാട് പേര് എല്ലാ ചാനലും നമുക്ക് കാണാം അല്ലെ, UPSC മോഡലിൽ പഠിക്കണം, UPSC മോഡലിൽ പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച എക്സാമിനേഷൻ ശരിക്കും KS എക്സാമിനേഷൻ ആയിരുന്നു. KS പരീക്ഷ കണ്ട എല്ലാവരും, പ്രാഥമിക പരീക്ഷ കണ്ട ഒരുപാട് ആളുകൾ വല്ലാണ്ട് ഞെട്ടിയിരുന്നു ആ സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, പേഴ്സണലി എനിക്ക് ഓർമ്മയുണ്ട്, രാവിലത്തെ എക്സാമിനേഷൻ കഴിഞ്ഞ് കുറേ ആളുകൾ എഴുതാണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ, നമുക്ക് എന്താ പറയുക, ലോജിക്കലായിട്ട് എലിമിനേഷൻ നടത്തിയിട്ട് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കണ്ട കുറേ ആളുകൾ എക്സാം ഇനി നടക്കില്ല എന്ന് വെച്ചിട്ട് ഉച്ചത്തെ എക്സാമിനേഷൻ എഴുതാണ്ട് പോയ ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് പേരെ എൻ്റെ എക്സാം സെന്ററിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു, ഞാൻ പഠിക്കുന്നൊരു സമയമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ രീതിയിൽ എക്സാമിനേഷൻ്റെ PSC എക്സാമിനേഷനുകളുടെ രീതി ഒന്നാകെ മാറ്റിമറിച്ച് KS എക്സാമിനേഷൻ വീണ്ടും വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത് ഏത് രീതിയിൽ തന്നെയാണ്, കൃത്യമായി ഡീറ്റെയിൽഡായി കഥകളും ഉപകഥകളും മനസ്സിലാക്കി, അതായത് ഡയറക്റ്റ്ലി ഒരു ഫാക്ട് ചോദിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരുന്നത്. ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ആശയത്തിനെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. എക്കണോമിക്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പൊളിറ്റിയുടെ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പൊളിറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ആ എക്സാമിൽ. പൊളിറ്റിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് കട്ട് ഓഫ് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സിലബസ് ഡൈസെക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അവസാന ഭാഗം കൂടി നോക്കൂ. പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തിനോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതുവാനും സാധിക്കും. ലാംഗ്വേജ് പ്രിഫറൻസുകളെ കുറിച്ച് പറയുന്നതാണ്. അത് സാധാരണ PSC എക്സാമുകളിൽ ലഭ്യമായിട്ടുള്ള അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ എ നട്ട്ഷെൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോട്ടിഫിക്കേഷൻ വരുന്നത് 2025 മാർച്ച് 7-ാം തീയതിയാണ് ആയിരിക്കുന്നു അല്ലെ. പ്രിലിമിനറി എക്സാമിനേഷൻ 2025 ജൂൺ 14-ാം തീയതി. 3 മാസത്തിന് കുറച്ച് മുകളിൽ മാത്രമാണ് നമുക്ക് പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുള്ളത്. സോ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഞാൻ സെക്രട്ടറി അസിസ്റ്റന്റിലും കഴിഞ്ഞ ദിവസം നമ്മൾ കോഴ്സ് എടുത്ത കുട്ടികളോട് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഗിയർ ചേഞ്ച് ചെയ്യാനായിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ്, ചേർത്ത് തന്നെ പ്രിപ്പറേഷൻ എന്ന തലത്തിലേക്ക് നമ്മൾ പോകേണ്ട സമയം ആയിരിക്കുന്നു. മെയിൻസ് എക്സാമിനേഷൻ അധികം സമയം ഗ്യാപ്പ് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കുക. കാരണം ജൂണിൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരും അല്ലെ, ഒരു മാസം റിസൾട്ട് നോക്കൂ. എന്താ പറയുക, ജൂലൈയിൽ റിസൾട്ട് വന്നു വിചാരിക്കൂ, ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബറിൽ എന്താണ്, മെയിൻസ് എക്സാമിനേഷൻ ആണ്. അതായത് കറക്റ്റ് UPSC മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. മാസങ്ങളുടെ ഗ്യാപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ UPSC മെയ് മാസത്തിൽ എന്ത് ചെയ്യും, പ്രിലിമിനറി നടത്തും. അതിനുശേഷം എന്ത് ചെയ്യുകയായിരിക്കും, അവർ സെപ്റ്റംബറിൽ മെയിൻസ് നടത്തും. ഇത് ജൂണിൽ നടത്തുന്നു, ഒക്ടോബറിൽ മെയിൻസ് നടത്തുന്നു. അതേ ടൈം ലൈനാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഏതാണ്ട് ഡിസംബറിലാണ് UPSCയുടെ ഇന്റർവ്യൂകളൊക്കെ പലപ്പോഴും ചില സമയങ്ങളിൽ തുടങ്ങാറുള്ളത്. ഇവിടെ ജനുവരിയിൽ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂകൾ ആരംഭിക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരിയിൽ ഇവര് പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഫെബ്രുവരി 16 എന്ന ഡേറ്റ് തന്നെ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇനി അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഡേറ്റുകൾ കിട്ടുന്നു, സിലബസ് കഴിഞ്ഞ തവണത്തെ അതുപോലെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നു, സിലബസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ സമയത്ത് വരുമെന്നും പറയുന്നു. ഇനി അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ, എങ്ങനെ പഠിക്കണം, എന്താണ് സ്റ്റഡി പ്ലാൻ? ഈ വാക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സ്റ്റഡി പ്ലാൻ അക്കാഡമിക് സ്പേസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ തരുന്നതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് അക്കാഡമിക്സിനെ ഇപ്പൊ കുറെ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം, അക്കാഡമിക് സ്പേസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ കുറേ പേർ അതിന്റെ ഭാഗമാണ്. എന്താണ് സ്റ്റഡി പ്ലാൻ? ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ താഴെ പിൻ ചെയ്യുകയും ചെയ്യാം.
എന്നിരുന്നാലും ചുരുക്കി പറയുകയാണ്, ഓരോ ആഴ്ചയും നീളുന്ന രീതിയിൽ നമ്മൾ പോർഷനുകൾ തരുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. സാറ്റർഡേകളിൽ വീക്ക്ലി എക്സാമുകൾ ഉണ്ടാകും. മന്ത് എൻഡിൽ മന്ത്ലി എക്സാം ഉണ്ടാകും. സ്റ്റഡി പ്ലാൻ തീരുന്ന മുറയ്ക്ക് ഫുൾ ടെസ്റ്റുകളും ഉണ്ടാകും. ഈ രീതിയിൽ കോഴ്സ് എടുത്ത ആളുകൾക്ക് സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും. കാരണം പലർക്കും ഏത് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അത് തീർക്കാനായിട്ടാണ് വളരെ കൃത്യമായ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് മുക്കും മൂലയും അരിച്ച് പെറുക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് പഠിച്ച് തീർക്കാൻ പറ്റും. അതും ഓരോ ആഴ്ചയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെയിൻ ടെസ്റ്റ് ഉണ്ടാകും. 25-30 ക്വസ്റ്റ്യൻസ് ഉള്ള ടെസ്റ്റ് ആയിരിക്കും വീക്ക്ലി ടെസ്റ്റ്. അതിൻ്റെ ഡിസ്കഷൻ ഞായറാഴ്ച ഉണ്ടാകും. ആ രീതിയിൽ തന്നെ വളരെ കൃത്യമായി പോകുന്ന സ്റ്റഡി പ്ലാനിലൂടെ സിസ്റ്റമാറ്റിക്കായി ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. വിജ്ഞാപനം വരട്ടെ. വിജ്ഞാപനം വരുന്നതിനോടൊപ്പം സിലബസും നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, പരീക്ഷകൾ എഴുതാം, പരീക്ഷ എഴുതി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് KS എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിലേക്ക്, ഞാൻ അഗെയിൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ സീറ്റിലേക്ക് അതിഗംഭീരമായിട്ടുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സമയത്തിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ എന്തെല്ലാം തരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന കാര്യം മറക്കാതിരിക്കുക. നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, വിജ്ഞാപനത്തിനായി കാത്തിരിക്കാം. സ്റ്റഡി പ്ലാനിനോടൊപ്പം നമുക്ക് പഠിച്ച് വളരെ മികച്ച രീതിയിൽ എക്സാം എഴുതാനായിട്ട് റെഡിയാകാം. താങ്ക് യു എവരിവൺ.